ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കേട്ടോ നല്ല തുളസിൻ്റെ ഇല കണ്ടത്. നമ്മൾ അയൽവാസിൻ്റെ മതിലിന് പുറത്ത് റോഡ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ തുളസിൻ്റെ ഇല. ഒരുപാട് തുളസിൻ്റെ ഇല ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. തുളസിൻ്റെ ഇല കണ്ടാൽ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കഴിക്കാൻ തോന്നും. നല്ല ഒരു ടേസ്റ്റാണ് തുളസിൻ്റെ ഇലക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും തുളസിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ച് നിന്ന സമയത്താണ് ഒരു ഓട്ടോ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതിൽ കയറി ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളാഞ്ചേരി ഭാഗത്തേക്ക്, അതായത് പുത്തനത്താണി ഭാഗത്തേക്കാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ ചെങ്കുവട്ടി ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ക്ഷീണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കുറച്ച് സമയം ഏതായാലും അവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെ പുത്തനത്താണി NHൻ്റെ സർവീസ് റോഡിൽ ഇറക്കി വിട്ടിട്ടോ. ഇവിടുന്ന് ഞങ്ങൾ മാത്രമല്ല, താത്തയും ഓരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവരെ പുത്തനത്താണി ഇവരെ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് തിരൂരുള്ള കിച്ചണറി ഷോപ്പിലേക്കാണ്. താത്താക്ക് ഹൗസ് വാമിങ് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പു എങ്ങോട്ടാ പോണത്? അപ്പു എങ്ങോട്ടാ പോണത്? സീറ്റ് കിയാപ്പൂന്റെ സീറ്റാണ്. നല്ല തിരിഞ്ഞൊക്കെ ഇരിക്കണ്ട്. അങ്ങനെ ഞങ്ങള് തിരൂര് കിച്ചണറി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ ഏകദേശം ഹൗസ് വാമിങ് അടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഒരു വലിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഇത് താഴത്തെ ഫ്ലോറാണ് കേട്ടോ. താഴത്തെ ഫ്ലോറ് സ്റ്റെയർ കേസിൻ്റെ താഴെ കുറച്ച് ഭരണികളും പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ കടയിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അനിയത്തിക്കും അതേപോലെ തന്നെ താത്താക്കും രണ്ടാൾക്കും വീട് പണി ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഷോപ്പിംഗ് പരിപാടി ഉണ്ട്. അതായത് ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുക എന്നുള്ളത്, അതിൻ്റെയൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കലുണ്ട്. ഹോട്ടലിൽ ഇങ്ങനെ ചായ കൊടുക്കൂലേ, ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വെക്കുക, ആ സാധനമാണത്. അക്കൂന് അത് നല്ല ക്യാപ്പൊക്കെ ഉണ്ടല്ലേ. സെറ്റല്ലേ, നല്ല ബോട്ടിലാണ്. ഇവിടെ ഇത് ഓറഞ്ചിന്റെ കപ്പ് ഉണ്ട്. അതെന്താ? ക്യാപ്സിക്കം ഗ്രീന് റെഡ് ഒക്കെ ഉണ്ട്. സൂപ്പർ ക്യൂട്ടായിട്ടുള്ള സൂപ്പർ രസമുണ്ടല്ലേക്കോ. ഇതൊക്കെ കുറച്ചും കൂടി ആയിട്ടില്ലേ മതി. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മൾക്ക് ക്യൂട്ടായിട്ടുള്ള എന്നാൽ ഷോക്കേസിൽ അതേപോലെ ഷോ പീസായിട്ട് വെക്കാനുള്ള ഒരുപാട് പാത്രങ്ങളുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പാത്രങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ ഒരു ഏകദേശം 3 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ നമ്മളെ കിയാപ്പൂനെയും കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. മക്കളെയും കൊണ്ട് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും ഇവരെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഒരു പേടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ നിലത്ത് വീണ് പൊട്ടുമോ എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ എന്നാലും ഇവരങ്ങനെ അടങ്ങിയിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. കിയാപ്പൂനും ഒക്കെ നല്ല വിശന്നിരുന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ എന്തോ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ചായയും കോഫിയും അത്ര മാത്രമേ പറ്റുള്ളൂ. മറ്റേതൊന്നും കുടിച്ചാൽ ആ ഒരു ചായയും കോഫിയും കുടിക്കണ ഒരു ഫീല് കിട്ടൂല. പിന്നെ അതാ ഒരു ലോഡഡ് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചപ്പോൾ ഒരു ഏകദേശം വിശപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായവാല എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നായിരുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അസറൊന്നും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് തീർന്നിട്ടില്ല കേട്ടോ. കാരണം പകുതി ഏകദേശം ഒരു പകുതിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ നമ്മളെ കിയാപ്പൂനും ഉന്നക്കായാണ്. അത് പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഉന്നക്കായാണ് അവൻ്റെ മെയിൻ ഭക്ഷണം. കാരണം എരിവൊന്നും ഇല്ലാത്ത കുറച്ച് സ്വീറ്റാണല്ലോ, അതവൻ കഴിക്കും കേട്ടോ. പിന്നെ അതാ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് പിന്നെയും നോക്കാനുണ്ടായിരുന്നു. അതായത് ക്ലീനിങ് ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിലിങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ. കാലൊക്കെ കടഞ്ഞ് കാലൊക്കെ വേദനിച്ചിട്ട് ഞങ്ങളിങ്ങനെ അതാ കണ്ടോ സ്റ്റെപ്പിലിരിക്കുകയാണ്. കുറേ സമയം ഇങ്ങനെ നിന്ന് നോക്കിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്യണം. അങ്ങനെ അതെല്ലാം എടുത്ത് ഏകദേശമൊക്കെ സെറ്റായി. പിന്നെ സാധനങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പിറ്റേ ദിവസം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. ഫ്രീ ഡെലിവറി തന്നെയാണ്. പിന്നെ എല്ലാവരും ഒരു വിധത്തിലല്ല നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഇവർ മക്കൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ ഗിഫ്റ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കത്തെ ഗിഫ്റ്റ് ഇട്ടതാണ് കിയാപ്പൂന്. കിയാപ്പൂന് പച്ചോനെ അതിനൊക്കെ അക്കോപ്പനും കൊണ്ടോ കൈ പിടിച്ച് ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. പിന്നെ ഇനി അടുത്ത മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.